കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് പതിവ്. ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യമുള്ളത്. രണ്ടാമതൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ തീരെ മൊബൈൽ ഫോൺ കുട്ടിക്ക് കൊടുക്കാറില്ല. പക്ഷേ അവരുടെ ഉമ്മ, അത് ഭർത്താവിൻ്റെ ഉമ്മയാണോ സ്വന്തം ഉമ്മയാണോ എന്ന് പറഞ്ഞിട്ടില്ല, അവർ മൊബൈൽ കൊടുക്കുകയാണ്. ഇല്ലാത്ത സമയം നോക്കി കൊടുക്കുക. അത് കുട്ടിയെ കൂടുതൽ ഇഷ്ടമുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. എത്ര തവണ ഉമ്മയോട് പറഞ്ഞിട്ടും ഉമ്മ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിർത്തുന്നില്ല എന്നൊരു പരാതിയും. ചിലർ പറയണത് 3.5 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ കുട്ടികളെ യാതൊരു സ്ക്രീനുകളും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ പറയണത്. കാരണം അവർക്ക് ആ സമയത്ത് സ്ക്രീൻ കാണിച്ചു കൊടുത്താൽ അവർ സ്ക്രീനിൽ അഡിക്റ്റ് ആകും. കാരണം സ്ക്രീനിന് അത്രമാത്രം എന്തുണ്ട്, സ്വാധീന ശേഷിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രീനുകൾ പണ്ട് ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ എന്താണ്, വ്യാപകമായി കുട്ടികൾ സിനിമക്കാണ് പോയിരുന്നത്. സ്കൂളിലൊക്കെ പറഞ്ഞാൽ വെച്ചാൽ അവിടുന്ന് കാണാതെ പോകും, എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കി പോകും. അന്നൊക്കെ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സിനിമ കാണാൻ പോവുക. ഏതെങ്കിലും തിയേറ്ററുകളിൽ ഒളിഞ്ഞു മറിഞ്ഞ് വാപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ പോവുക. സ്ക്രീനിനോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്രായങ്ങളിലൊക്കെ നമ്മൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരിക്കലും നമ്മുടെ കുട്ടികളിലേക്ക് വരുത്താൻ പറ്റാത്ത കാര്യമാണെന്ത്, സ്ക്രീനുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം രക്ഷിതാക്കൾ കൊടുക്കുന്നത് എന്തിനാണ്, ഈ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് ശല്യം കുറക്കാനാണ്. നമ്മൾ എന്തൊരു വസ്തു കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതും എന്തിനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണണം. എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കത്തി എന്തിനാ, അതിനൊരു ഉപയോഗമുണ്ടോ? അതേമാതിരി മൊബൈൽ എന്തിനാ? അപ്പോൾ മൊബൈൽ എന്തിനാണെന്ന ചോദ്യത്തിന് ഉമ്മമാരുടെ പലരുടെയും ഉത്തരം എന്താണ്, കുട്ടീനെ അടക്കിയിരുത്താനാണ്. അപ്പോൾ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ കൊടുക്കുമ്പോൾ അട്രാക്റ്റീവായി അവനിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ട് അവൻ മൊബൈൽ അനുഭവിക്കട്ടെ, നമുക്ക് അവനൊരു ഭാഗത്ത് ഇരുന്ന് കിട്ടിയാൽ മതി. അതാണ് മൊബൈൽ. അതാണോ മൊബൈലിൻ്റെ ലക്ഷ്യം? മൊബൈൽ എന്തിനാണ്? അപ്പോൾ മൊബൈൽ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടാവും, ഞാൻ ഉപയോഗിക്കുന്ന ആവശ്യം ഉണ്ടാവും, മനസ്സിലായി? ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന അയാളുടെ ആവശ്യം ഉണ്ടായിരിക്കും. ഓരോരുത്തരും വിവിധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സോ 4 വയസ്സോ 8 വയസ്സോ ഒക്കെ ഉള്ളൊരു കുട്ടിക്ക് മൊബൈലിൽ എന്താണ് അവൻ ചെയ്യേണ്ടത്, അവിടെയാണ് തീരുമാനമാക്കേണ്ടത്. അത് എത്ര സമയം വേണം, ഇതൊന്നും നിർണ്ണയിക്കാതെ മൊബൈൽ കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ കുട്ടികളെ നശിപ്പിക്കലാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണാവുന്ന, അവരുടെ പ്രായത്തിൽ കാണാവുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നല്ല വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടോക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിത്രങ്ങളോ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ കയറ്റണം. എന്നിട്ട് അവർക്ക് കാണേണ്ടത് ഇത് നിനക്കുള്ളതാണ്, ഇതാണ് നീ കാണേണ്ടതെന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആൻ ഓതി പഠിക്കണതോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ വായിക്കണതോ പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഷകൾ സംസാരിച്ച് പഠിക്കാനുള്ളതോ ഒക്കെ ആയിട്ടുള്ള വിവിധങ്ങളായ സംഗതികൾ, അതിന് ഒരു ടൈമുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാനൊരു ടൈമില്ലേ, ബാത്റൂമിൽ പോകാനൊരു ടൈമില്ലേ, ഭക്ഷണം കഴിക്കാനൊരു ടൈമില്ലേ, അതേപോലെ ടൈം അതിന് വേണം മൊബൈലോ. അതെപ്പോഴാണ് കൊടുക്കുന്നത്, നീ സ്കൂളിട്ട് വന്നാൽ എന്ത് ചെയ്യാണ്, ഒരു 5 മണി മുതൽ 6 മണി വരെ നിനക്ക് മൊബൈൽ നോക്കാം. ആ സമയത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും നോക്കണ്ടെന്ന് പറയുകയും ചെയ്യും. 24 മണിക്കൂർ ഫോൺ കാണുകയും ചെയ്യും. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്? ഫോൺ നോക്കാൻ പറ്റില്ല, ഫോൺ കാണാൻ പറ്റില്ല എന്ന് പറയാ, എല്ലാ സമയത്തും ഫോൺ കൊടുക്കുക. അതിലൊരു നല്ല എന്താണ്, ഫോണിൽ നല്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ നോക്കലില്ലേ, വാപ്പ നോക്കലില്ലേ, നമ്മളൊക്കെ നോക്കല്ലേ, നിനക്കും നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഞായറാഴ്ച രാവിലെ ഒരു 8 മണി മുതൽ ഒരു 10 മണി വരെ നീ നോക്കിക്കോ. അതോട് തൃപ്തിപ്പെടുമെങ്കിൽ 2 മണിക്കൂറിൽ ക്ലോസ് ആയി. ഇനി അതല്ല ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ എന്തുള്ളൂ, വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് ഒരു 5 മണി മുതൽ ഒരു 5:30 വരെ, അത് നമ്മൾ അലാറം വെച്ചിട്ട് കൊടുക്കണു. 5:30 ആയ ഫോൺ അവൻ സ്വയം കൊടുന്നു തരുന്നത്. അപ്പോൾ അവൻ നിയന്ത്രിച്ചുപയോഗിക്കുന്നു. അത് നിയന്ത്രിച്ചുപയോഗിക്കാൻ, ഫോൺ നിയന്ത്രിച്ചുപയോഗിക്കാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് എന്താണ് ഏറ്റവും വലിയ ടീച്ചിങ് അല്ലേ അത്, അല്ലേ? ഫോൺ നിയന്ത്രിച്ചുപയോഗിക്കാൻ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പരിശീലനം അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താവണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മളൊരു പ്രീ പ്ലാൻഡ് അല്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല
നമ്മൾ വീടുണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒന്നാണ് എന്താണ്, വീട്ടിലിരിക്കുന്ന മുഴുവൻ സമയവും വെറുതെ ഇരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റിയുള്ള നല്ല ബ്രൈറ്റായ ഈ കുട്ടിനെ നമ്മൾ എന്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കും എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ സ്വയം കണ്ടെത്തുന്ന എൻഗേജ്മെൻറ്റ്സ് ആണെന്ത് ഈ വികൃതികളും ബഹളങ്ങളും എന്നൊരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റും.